ഡിസംബർ 22 വെള്ളിയാഴ്ച. ലൂക്ക 1:46 മുതൽ 56 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു നോവിസ് മിസ്ട്രസ് യുവ കന്യാസികളെ ഓരോ അമ്മയും ചെയ്യുന്നതെന്തെന്ന് പഠിപ്പിക്കുകയായിരുന്നു. നന്ദിയുള്ളവരായിരിക്കാൻ, ദൈവത്തോട് മാത്രമല്ല എല്ലാ മക്കളോടും ജീവജാലങ്ങളോടും നന്ദിയുള്ളവരായിരിക്കാൻ. അപ്പോഴാണ് ഒരു സഹോദരി അലക്കിയ തുണിയുമായി അവിടെ എത്തിയത്. ഭാരമേറിയ ബക്കറ്റ് നിലത്ത് വെച്ച്, നദിയിലെ വെള്ളത്തിന് ഞാൻ നന്ദി പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. നദിക്ക് മാത്രമല്ല, നദി ഉത്ഭവിക്കുന്ന നീരുറവയ്ക്കും നന്ദി എന്ന് ഒരു സഹസഹോദരി അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റൊരാൾ കൂട്ടിച്ചേർത്തു, മേഘങ്ങൾക്കും നമ്മൾ നന്ദി പറയണം, കാരണം അവ നൽകുന്ന മഴയില്ലാതെ വസന്തം ഉണ്ടാകില്ല. വേറൊരാൾ പറഞ്ഞു, കാടുകൾക്കും പുൽമേടുകൾക്കും നമ്മൾ നന്ദി പറയണം, അവരുടെ ശ്വാസത്തിൽ നിന്നാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. അങ്ങനെ അത് തുടർന്നുകൊണ്ടിരുന്നു. സൂര്യനും ഭൂമിക്കും കടലിനും എല്ലാവർക്കും നാം നന്ദി പറയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ നന്മയും മഹത്വവും പ്രഘോഷിക്കുന്നതായി കാണാം. യേശുവിൻ്റെ അമ്മയാകാനുള്ള അവളുടെ ആഹ്വാനത്തിൻ്റെ അസാധാരണമായ സാഹചര്യങ്ങൾക്കിടയിലും ദൈവം തന്നെ വലിയ പ്രീതിയോടെ നോക്കിയതെന്ന് മറിയം സന്തോഷിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഭയമോ പരിഭ്രാന്തിയോ അവളെ തളർത്തുന്നില്ല. ദൈവവിളിയോടുള്ള മറിയത്തിൻ്റെ ഉടനടി ഹൃദയസ്പർശിയായ പ്രതികരണം ദൈവവുമായി മറിയത്തിന് എത്ര ആഴമായ വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മാലാഖയുടെ സന്ദേശം കേട്ട് അവൾ അല്പം ആശയക്കുഴപ്പത്തിലായിരുന്നിരിക്കണം. എന്നിട്ടും മറിയം തന്നെ വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം തന്നെ നയിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും മറിയം വിശ്വസിച്ചു. വളരെ ചെറുപ്പമായിരുന്നെങ്കിലും അനേകം ആളുകൾ ഒരിക്കലും വികസിപ്പിക്കാത്ത വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയബോധവും അവൾക്കുണ്ടായിരുന്നു. ദൈവവുമായുള്ള വ്യക്തിപരവും ഉച്ചവുമായ ബന്ധത്തിൻ്റെ അനുഭവം നമുക്കും ഉണ്ടാകാം. ഏതൊരു വ്യക്തിബന്ധവും വികസിക്കുന്നത് പോലെ ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും വികസിക്കണം. അത് സമയവും അനുഭവവും വഴിയാണ്. യഥാർത്ഥ വിശ്വാസം കാലക്രമേണ വളരുന്നു. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലും ഇത് സത്യമാണ്. ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ എന്താണ് നല്ലത്? അല്ലെങ്കിൽ എന്തൊക്കെയാണ് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ? നിരവധിയായി എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? ജീവിതം ഒരുപക്ഷെ വേദനാജനകമോ ബുദ്ധിമുട്ടുള്ളതോ ഒക്കെ ആണെങ്കിലും അപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? ചില ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി നൽകുന്ന ദൈവത്തിന് നന്ദി പറയാം. മറ്റു സമയങ്ങളിൽ ദൈവം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. സങ്കടകരമെന്ന് പറയട്ടെ,
ദൈവത്തിന് നന്ദി പറയാൻ മറന്നുപോകുന്ന ചില ദിവസങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിലുള്ള മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പങ്ക് നമുക്ക് കൂടി നൽകണമേ എന്ന് മറിയത്തോട് ആവശ്യപ്പെടാം. മറിയം നമ്മുടെ കൂടെ നടന്ന് വഴി കാണിച്ചു തരും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.